പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്, പ്രാർത്ഥനയുടെ വിഷയമാണ്. എങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവജനം പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് അധികാലത്ത് ഇരുട്ടുള്ള സമയത്ത് നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് നിങ്ങളുടെ രഹസ്യത്തിലുള്ള പിതാവ് കേൾക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥന പല തലങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പലവിധമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:16 അവർ പ്രാർത്ഥന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാനിടയായി. എന്നാൽ പ്രാർത്ഥിക്കാൻ പോയ അഭിഷിക്തനായിരിക്കുന്ന ദൈവദാസന്മാർ അവര് പ്രാർത്ഥന തടുത്ത വെളിച്ചപ്പാടത്തെ ശാസിച്ചു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:25 പൗലോസ് ശീലാസും കൂടെ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി ശ്രദ്ധിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുടുങ്ങി സകല പേരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വരും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4:30 സൗഖ്യമാക്കുന്നവരുടെ കരങ്ങൾ നീട്ടുന്നതിനാലും നമ്മുടെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങളും പ്രയാണങ്ങളും ചെയ്യുന്നതിനാലും ഞങ്ങളുടെ ദാസന്മാർക്ക് പൂർണ്ണ ധൈര്യത്തോടെ അങ്ങയുടെ വചനങ്ങളെ പ്രസ്താവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം പിരിഞ്ഞു. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. എഫെസ്യർക്കെഴുതിയ ലേഖനം 1:18 പറഞ്ഞു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവന്റെ വല്ലവത്താൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്നും തിരിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12:5 സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ലൂക്കോസ് 22:44 യേശു കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. മത്തായി 17:21 കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ ചാടാൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുന്ന എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. അപ്പോൾ അവിടെ പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 3:1 അവർ 9-ാം മണി നേരത്തെ പ്രാർത്ഥന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയത്തിന് മറുപടി തരാൻ ദൈവത്തിന് കഴിയും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.